നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കൈകളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള സിമ്പിളായിട്ടൊരു എക്സർസൈസാണ്. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയതാണ്. നമ്മളുടെ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മളുടെ കൈയുടെ മസിൽസ് ഇങ്ങനെ തൂങ്ങാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സർസൈസ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ അതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. അത് മാത്രമല്ല, ഈ ഒരു എക്സർസൈസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ കൈകൾക്ക് ഒത്തിരി സ്ട്രെങ്ത് കിട്ടും, ഒത്തിരി ശക്തി കിട്ടും. അത് മറ്റ് യോഗാസനാസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും, മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസനാസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിവൃത്ത ബാലാസനം എന്ന് പറയുന്ന ഒരു യോഗ പോസാണ്. അത് യഥാർത്ഥത്തിൽ ഒരല്പം ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അതൊരു യോഗയുടെ ഒരു ശൈലിയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പോസ്ചർ വളരെ സാവധാനം ചെയ്ത് ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരല്പം ഫാസ്റ്റായിട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് ഇതുപോലെ വരുന്നു. ദെൻ ശ്വാസം എടുത്ത് വലത് കൈ ഇതുപോലെ ഉയർത്തി തൊട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ട് ഇതുപോലെ കൈ ഇതുപോലെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് തലയുടെ സൈഡ് ഇതുപോലെ താഴെ മുട്ടിക്കുന്നു. എന്നിട്ട് ഈ ഇടത് കൈ ഇതുപോലെ നീട്ടും. എന്നിട്ട് മാക്സിമം പുറകിലേക്ക് ഇതുപോലെ, അതായത് ഈ ചെവിയുടെ അപ്പറാം ചെവിയുടെ മുകളിലൂടെ വരണം, തൊട്ട് നേരെ മുകളിലേക്ക്. അല്ലെങ്കിൽ ഈ കൈ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യും, ഇതുപോലെ ഉയർത്തിക്കൊണ്ട് ബോഡി നല്ലൊരു ട്വിസ്റ്റ് ചെയ്യും. ഇതാണ് ഈ പറയുന്ന പരിവൃത്ത ബാലാസനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില യോഗ സ്കൂൾസിനെ പാർശ്വബാലാസനം എന്നും പറയാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സൈഡിലോട്ട് ഇതുപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്ററുണ്ട്, അതിനെയാണ് നോർമലി പാർശ്വബാലാസനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ പരിവൃത്ത ബാലാസനം ഒരു അല്പം ഫാസ്റ്റായിട്ട് ചെയ്യുക. അതായത് ഇതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 1, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. ഓക്കെ, ഞാനിപ്പോഴും 3 തവണ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ചെയ്യുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 1, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. ദെൻ റിലാക്സ് ചെയ്യുക. ഇതിങ്ങനെ ഗ്രാജ്വലി 5 തവണയോ 10 തവണയൊക്കെ വെച്ച് ഗ്രാജ്വലി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക. അതിനുശേഷം ഫൈനലി നമ്മൾ ഒരു സൈഡ് 100 തവണ വെച്ച് ചെയ്യണം. അങ്ങനെ 2 സൈഡ് 100 തവണ വെച്ച് ചെയ്യുക. ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.